So why are we actually talking about this now? One thing is the actual relevance. ഒരു കാര്യം, what I've always said, ഇവിടെ അധികം സ്ത്രീകളെ ഞാൻ കാണുന്നില്ല. I see very few people. Another thing is, 21ാം നൂറ്റാണ്ടിലെ സ്ത്രീ പൊതുവെ ലിബറേറ്റഡ് ആണ്, പൊതുവെ എല്ലാ ഫ്രീഡംസും ഉള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും 21ാം നൂറ്റാണ്ടിലെ സ്ത്രീ ലിബറേറ്റഡ് ആണോ? A woman has to live her life or live to repent not having lived it. D.H. Lawrence, Lady Chatterley's Lover എന്ന വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള നോവലിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു സ്ത്രീ അവളുടെ ജീവിതം ജീവിക്കണം, അവൾ ജീവിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ജീവിക്കേണ്ടി വരുമെന്ന്. ഇന്നും ഒരുപാട് സൊസൈറ്റീസ് ഉണ്ട്, സമൂഹങ്ങളുണ്ട്, സ്ത്രീ പുരുഷനേക്കാളും താഴെയാണ് എന്ന് വിചാരിക്കുന്നവർ. പൊതുവെ ഈ സൊസൈറ്റികളെല്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഫോളോ ചെയ്യുന്നതാണ്. എന്നിട്ടും ഞങ്ങൾ പറയുന്നു ഞങ്ങളെല്ലാവരും സിവിലൈസ്ഡ് ആണ് എന്നൊക്കെ. I mean, it's really sad. We can't call ourselves civilized or free until and unless the woman of the society is free. ഇന്ത്യയിലെ കാര്യം എന്താണ്? വേദങ്ങൾ എടുത്തു നോക്കിയാലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. That that the woman is the light of your house. She has to be, they say a lot of things. സ്ത്രീകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ at the end of the day അവരും സ്ത്രീ വീട്ടിന്റെ വെളിച്ചമാണ്, നാട്ടിന്റെ വെളിച്ചമല്ല. Why is that so? ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 132 That is, we are a country, we are a nation that actually has a lot of gender inequality. Okay, ഒരു പക്ഷേ ഒരു 100 വർഷം മുമ്പത്തെ സമൂഹമായിരിക്കില്ല എന്ന്, പക്ഷെ എന്നിട്ടും അത്ര ദൂരമൊന്നും മുന്നോട്ട് പോയിട്ട് ഒരു ഒച്ചിനെ പോലെ എഴയാണ് ലിംഗസമത്വത്തിന്റെ കാര്യം പറഞ്ഞ. ഈവൻ വിമൻസ് റിസർവേഷൻ ബിൽ, ദാറ്റ് ഇസ് നോട്ട് യെറ്റ് പാസ്ഡ്. എഡ്യൂക്കേഷന്റെ കാര്യം എടുത്താൽ, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇറ്റ് ഓൾ ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദെയർ, റൈറ്റ്? ഒരു ചെറിയ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത് തന്നെ ആ കുട്ടി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി മാറാനാണ്. That's not just in case of financial or how much success that person is going to have. The success of a person, I believe, is truly in what that person becomes later on as a human being. നിങ്ങൾ പഠിക്കേണ്ടത്, വിദ്യാഭ്യാസം നേടേണ്ടത് ശരിയായ ഒരു മനുഷ്യനാവാനാണ്. അല്ലാതെ വലിയ ഡിഗ്രി എടുക്കാനോ അല്ലാണ്ട് വലിയ ജോലി കിട്ടാനോ ഒരുപാട് പണം ഉണ്ടാക്കാനോ ഒന്നും അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇന്നത്തെ സ്കൂളുകളിൽ കൂടി I don't know how many of you people will actually know this. പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒരുപാട് മാറ്റി നിർത്തുന്നുണ്ട്. It's something that I myself experienced. ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ്. അതുവരെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ പല സ്കൂളുകളിലായിട്ട് പഠിച്ചു. പക്ഷെ അതെല്ലാം ഗൾഫ് കൺട്രീസിലായതുകൊണ്ട് മിക്കവാറും ഗേൾസ് ഓൺലി സ്കൂൾസ് ആയിരുന്നു. സോ ഫൈനലി വെൻ ഐ കെയിം ബാക്ക് ടു കേരള, തിരിച്ച് നാട്ടിൽ വന്നപ്പം one of the main things was, okay, finally I'll get to study in a co-education school and finally I'll be a normal person, like able to talk to other people as a normal person. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ക്ലാസ്സിലെ കുട്ടികൾ സംസാരിക്കുന്ന കണ്ടാൽ ഉടനെ ചാടി വരും ടീച്ചർമാർ വടിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ സസ്പെൻഷനും കൊണ്ട്. Like even if it is something academic, the first thing they say is, okay, you people are flirting with each other and not studying. We were separated like that. I'm sure there are lots of schools that follow this thing, especially religious school. I have to mention that also. ഞാനൊരു മതപരമായ ഒരു ന്യൂനപക്ഷ സ്കൂൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഗോഡ്മാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. So maybe because of that also. Another thing is, there is no sex education in schools. സ്കൂൾസിൽ ആരും സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഉള്ള ഒരു ചാപ്റ്റർ കിട്ടിയത് 12th സ്റ്റാൻഡേർഡിൽ ഞാൻ ബയോളജിയാണ് എടുത്തത്. അതുകൊണ്ട് മാത്രം ഒരു 4th യൂണിറ്റിൽ ബയോളജി ടെക്സ്റ്റിൽ there was this tiny chapter comprising of some 4-5 pages. That was all the sex education that we got. And that too, there were all these great debates going on in class. ആ ചാപ്റ്ററിന്റെ അവസാനം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ like what will happen if women are given power in society or something. It was related to women's empowerment. And എൻ്റെ ക്ലാസ്സിൽ ഞങ്ങളുടെ ടീച്ചർ അത് ഞങ്ങൾക്ക് ഡിസ്കഷന് വേണ്ടി തുറന്നു തന്നപ്പം എൻ്റെ ക്ലാസ്സിലെ ഒരു ചെറുക്കൻ
എണീറ്റ് നിന്ന് പറയാ, പെൺകുട്ടികൾക്ക് അവകാശങ്ങളും വിദ്യാഭ്യാസമൊക്കെ കൊടുത്താൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ഉണ്ടാവുന്നു. I mean, really, that was really, I got very angry when hearing that. In this 21st century, 21ാം നൂറ്റാണ്ടിൽ there are people who think like that. Obviously, ആ കുട്ടി വീട്ടിൽ നിന്ന് അങ്ങനെ പഠിപ്പിക്കാണ്ട് ആ കുട്ടി ഒരിക്കലും വന്നിട്ട് അങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. That was how he was taught. That was how he was brought up, saying that since you're a boy, you're one notch higher than a girl. Jamaat-e Islamiയുടെ Secretary General Nusrat Ali, Delhi rape case. Okay, I know this is cliched since everyone has been talking about Delhi rape case recently, but still. അയാൾ പറഞ്ഞത്, co-education should be abolished and proper education facilities meant exclusively for women should be available at all levels of education. Educational institutions should prescribe sober and dignified dress for girls. Delhi rape case നടന്നത് ആ കുട്ടി പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ, സോറി പേഴ്സൺ ഹൂഎവർ യു ആർ. ഓക്കെ, മറ്റൊരു കാര്യം, ദീസ് ആർ prominent people, prominent women in society who actually said this during different instances of violence against women. Sheila Dikshit said about Soumya Vishwanathan, a journalist who was murdered in 2008, all by herself till 3 a.m. at night, you should not be so adventurous. അവരൊരു ജേർണലിസ്റ്റാണ്, അവരുടെ ജോലി ചെയ്യായിരുന്നു, തിരിച്ച് വീട്ടിൽ പോയായിരുന്നു. She got murdered while doing her duty does not mean that a woman should not work as a journalist. And she was a Delhi chief minister at that time, and that really saddens. And she herself is a woman. മറ്റൊരു കാര്യം, Dr. Anita Shukla, she's a scientist, and she said that, this was again during the Delhi rape case, she said that had the girl simply surrendered and not resisted when surrounded by 6 men, she would not have lost her intestine. Reading the newspapers at that time, I really wanted to cry. കാരണം ഒരു പെൺകുട്ടി അവള് ഇത്രയും ക്രൂരത അനുഭവിച്ചതിന് ശേഷം മരിച്ചു. And all you can do is blame upon her. അവള് മാത്രമല്ല, I'm sure there are hundreds of women being subjected to violence every day, okay, every minute of the day, and still all you can do is blame the girl or the woman for whatever wrong has happened to her. I mean, that's really immature thinking, I would say. മറ്റൊന്ന്, സ്ത്രീകളും ശാസ്ത്രവും. All these are prominent women scientists. Martha Chase, Marie Curie, Rita Montalcini, Rosalind Franklin. I really am a great admirer of Rosalind Franklin. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരാണ് DNA-യുടെ സ്ട്രക്ചർ. അവരില്ലായിരുന്നെങ്കിൽ DNA-യുടെ സ്ട്രക്ചർ ആ സമയത്ത് കണ്ടുപിടിക്കുക, വാലിഡേറ്റ് ചെയ്യുക, ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇമ്പോസിബിൾ. അവരുടെ ആ എക്സ്റേ പിക്ചേഴ്സ്, ദാറ്റ് ഹെൽപ് ദം എ ലോട്ട്. ദാറ്റ് വൺ ഹാസ് ടു അഗ്രി. വാട്സണും ക്രിക്കും they did work. അവർ മോഡൽ ഉണ്ടാക്കിയത് ഇവരുടെ എക്സ്റേ ഫോട്ടോഗ്രാഫ്സ് കൊണ്ടാണ്. ബട്ട് വാട്ട് ഹാപ്പൻ ടു ഹെർ അറ്റ് ദി എൻഡ്? വാട്സണും ക്രിക്കും വിൽക്കിൻസും നോബൽ പ്രൈസും കൊണ്ടുപോയി. ഇവർ പാവം ക്യാൻസർ വന്ന് മരിച്ചു, ജീവിതകാലത്ത് യാതൊരു റെക്കഗ്നിഷനും ഇല്ലാതെ. വൈ? ബിക്കോസ് ഷീ യൂസ് ടു സ്റ്റാൻഡ് ഹെർ ഗ്രൗണ്ട്. അവരുടെ അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഡബിൾ ഹെലിക്സിൽ വാട്സന്റെ പകുതി ആത്മകഥ എന്ന് നമുക്ക് പറയാം. ഡബിൾ ഹെലിക്സിൽ ഒരു ഭാഗത്ത് വാട്സൺ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ലാബില്, ഇവരുടെ കിങ്സ് കോളേജിലെ ലാബില് ഇവർക്കുണ്ടായിരുന്ന പ്രശ്നം, അവിടെ ആകെ 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സയന്റിസ്റ്റ് ആയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ when the men had a huge hall as their coffee room, these women were forced to take their coffee break in a small abandoned storeroom which didn't even have ventilation. I mean, that was the case in King's College at that time. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ, yes, Rosalind Franklin, she was very aggressive. She was totally, aggressive towards her male colleagues. But I'd support her in that case because she didn't have any other choice. If she had to stand her ground at that time, then she had to fight for it. Then Barbara McClintock, ഇവിടെ Tessie Thomas, maybe she's a rocket woman of India, and she was the only woman scientist of some prominence that I could find.
and that was really saddening. And Jane Goodall and Adayanath. So while looking for this, I wanted to check out how many women have got Nobel Prize. And this is the chart that I have come up. That is physics. 2 പേർക്ക് 2 സ്ത്രീകൾക്ക് ഇന്നേവരെ ആയിട്ട് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ. കെമിസ്ട്രിയിൽ 4 പേർക്ക്. I mean, just look at the discrepancy over there. സ്ത്രീകൾ എന്താ ഫിസിസിസ്റ്റും കെമിസ്റ്റും ഒന്നും ആവണില്ല എന്നാണോ അതോ there is actually something wrong somewhere, I would say. So, not only this, it's not just that the women in scientific community is very less compared to men. I went on to work in internships during my studies. ഞാൻ രണ്ട് ഇന്റേൺഷിപ്പ് ചെയ്തു. ആ സമയത്തെല്ലാം ഞാൻ പോയി വർക്ക് ചെയ്ത ലാബുകളിലുള്ള PhD ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മെയിൻ ലക്ഷ്യം PhD ചെയ്ത് തീർക്കുക എന്നതിലുപരി എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കുക എന്നായിരുന്നു. അവരുടെ അടുത്ത് ഇനിയൊന്നും ചെയ്യുന്നില്ലേ, റിസർച്ചിലേക്ക് ശരിക്കും പോണില്ലേ എന്ന് ചോദിച്ചാൽ അതൊന്നും ചെയ്യാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. ഇല്ലേ കല്യാണം കഴിഞ്ഞ് പോയാൽ ഒരിടത്ത് സെറ്റിൽ ആവുമല്ലോ, ഭർത്താവ് നോക്കിക്കോളും എന്നൊക്കെ പറയായിരുന്നു. ഓക്കെ. ആൻഡ് ഓൾസോ another one more thing is, ഇവരെല്ലാം ഭയങ്കര ദൈവവിശ്വാസികളായിരുന്നു. ഐ വാസ് ദ ഓൺലി ഓഡ് വൺ ഔട്ട് ഇൻ ദ ലാബ്. ലാബിൽ ഞാൻ മാത്രം ലാബിൽ ഇവരൊക്കെ ഉണ്ടാവും, ദൈവത്തിൻ്റെ പടമൊക്കെ വെച്ച് അവിടെ ഇരിക്കുന്നു. 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കുന്ന് എന്തെങ്കിലും കാര്യമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ട്രെയിനീസിൻ്റെ തലയിലിട്ടിട്ട് പറയും അമ്പലത്തിൽ പോകാനുണ്ട്, പൂജയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ വേഗം പോയിട്ട് വരട്ടെ. So that was really sad. So that is majority of women in the field of science in India actually conform to age-old beliefs, and that's extremely saddening. So what do I think of all this, of what the state of women is due to? സ്ത്രീകൾ സ്വയം സംസാരിക്കണം, അവർ പുറത്തേക്ക് വരണം. It's not that someone is going to make some bill for you sitting somewhere. I mean, why do you have to rely on men to make your bills? Come out and speak up. That's what I'd say. കാരണം നിങ്ങൾ മനുഷ്യരാണ്. As I said before, you have the same DNA that characterizes you into human beings. You're also Homo sapien sapien. So it's just that you belong to a different gender, and gender does not mean anything. So why don't you just come out and speak up? That's what I'd say. And that does not require somebody to make bills for you. And another thing is to parents, that they have to treat their daughters and sons equally. കാരണം ഒരുപാട് സ്കൂളുകളിൽ പഠിച്ചത് കാരണം അങ്ങനെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഉള്ള അവസരം ലഭിച്ചത് കാരണം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പുസ്തകങ്ങൾക്ക് ഒരു എന്താ പറയുക യാതൊരു തടയും ഇല്ലാണ്ട് എന്തും വായിക്കാനുള്ള അവകാശം കിട്ടിയിരുന്നത് ഒരു പക്ഷേ എനിക്ക് മാത്രമായിരിക്കും. Rest everyone, either they couldn't read anything other than their academic textbooks, or they were not allowed to read certain subjects. I mean, it was really saddening. So it's just that whatever they read, just let them read. Just let them break the shackles on their thoughts, because that is what one has to bring their children up for, to think freely. So, thank you.